ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ മുതലുള്ള വിശേഷങ്ങളാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാട്ടോ. അതിന് വേണ്ടിയിട്ട് മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കറി ഉണ്ടാക്കാനായിട്ട് ഉരുളക്കിഴങ്ങും സവാളയും പച്ചമുളകും വേപ്പിലയും അതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇതിങ്ങനെ തന്നെ വേവിച്ചിട്ട് കടുക് വറുത്തിട്ടെടുക്കണ മഞ്ഞക്കറിയില്ലേ, അതാട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ കറി ഞാൻ റെഡിയാക്കി. അതിനിടയ്ക്ക് പൂരി ഉണ്ടയൊക്കെ പിടിച്ചിട്ട് പരത്തി ഞാൻ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഒരു കുട്ടികൾക്ക് ഇന്ന് ക്ലാസ് ഉള്ള ദിവസമായതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പിടിച്ചിട്ടില്ല കേട്ടോ. പെട്ടെന്ന് കാണിച്ചങ്ങോട്ട് പോവാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഓർഡർ മീഷോയിൽ ഞാനൊരു ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ സാധനം എനിക്ക് കിട്ടി. അപ്പം ഞാനത് നമുക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്ത സാധനങ്ങൾ വരുമ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റി അല്ലേ. അപ്പം ഞാനത് ഓപ്പൺ ചെയ്യാണ്. അപ്പം ഞാൻ ഓർഡർ ചെയ്തത് ഈ മാറാലയൊക്കെ തൂക്കാനും ഫാനൊക്കെ തുടയ്ക്കാനൊക്കെ പറ്റിയ ഈ സ്റ്റിക്കാട്ടോ. അപ്പം അതിന് ഞാൻ ഓർഡർ ചെയ്ത സംഭവം ഇതിങ്ങനെ മടക്കാൻ പറ്റുമായിരുന്നു. അതായത് ഈ മുകളിൽ കാണുന്ന പഞ്ഞിക്കെട്ടുണ്ടല്ലോ, അത് നമുക്ക് മടക്കിയിട്ട് ഫാൻ്റെ ലീഫൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ കണ്ടിട്ടാണ് ഓർഡർ ചെയ്തത്. പക്ഷേ ഇത് മടക്കാനൊന്നും പറ്റണില്ല കേട്ടോ. പക്ഷേ ഇതിന് നല്ല നീളമുണ്ട്. എവിടെ വേണമെങ്കിലും നമുക്ക് പൊടിയൊക്കെ തൂക്കാം. അത് വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല. അപ്പോൾ റേറ്റും അധികം റേറ്റൊന്നും ആയില്ല. 185 രൂപയായിട്ടായുള്ളൂ. അപ്പോൾ 185 രൂപയ്ക്ക് നഷ്ടമൊന്നുമില്ല. മടങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് എല്ലായിടത്തും പൊടി തൂക്കാമല്ലോ എന്ന് വിചാരിച്ചാൽ പിന്നെ അത് തിരിച്ചയക്കാനൊന്നും നിന്നില്ല. അത് ഞാൻ എടുത്തു കൂട്ടാം. അതങ്ങനെ മടക്കിയിട്ട് ഫാനൊക്കെ തുടയ്ക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അത് പറ്റിയില്ല. ഡസ്റ്റ് ഒക്കെ തൂത്തെടുക്കാം. അങ്ങനെ കുറേ നേരം അതൊക്കെ കൊണ്ടുനടന്നിട്ട് പിന്നെ അത് കറി വെക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ ഇന്ന് ചെമ്മീനും മാങ്ങയും തേങ്ങ അരച്ചിട്ടുള്ള കറിയായിട്ട് വയ്ക്കണം. അപ്പോൾ ചെമ്മീനും മാങ്ങയും പച്ചമുളകൊക്കെ അരിഞ്ഞ് വേവിച്ചു. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് വേവിച്ചു. പിന്നെ അതിലേക്ക് തേങ്ങയുടെ കൂടെ 2 ചെറിയ ഉള്ളിയും കൂടി കൂട്ടി അരച്ച് അരപ്പൊഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് തിളച്ചപ്പോൾ തന്നെ തീ ഓഫ് ചെയ്യണം കേട്ടോ. പിന്നെ കടുക് വറുത്ത് വേപ്പില ഇട്ടിട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് താളിച്ചൊഴിച്ചു. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ്. പക്ഷേ നല്ല ടേസ്റ്റോടുകൂടി നമുക്ക് ഊണും കഴിക്കാൻ പറ്റും. നാടനൊരു കറിയാണ്. അപ്പോൾ ഇന്ന് ചെമ്മീനും മാങ്ങയാണ് കറി വെച്ചത്. പിന്നെ പപ്പടം വറുക്കാനുണ്ടായി, അത് വറുത്തിട്ടുണ്ട്. തോരനാക്കാനായിട്ട് താളില്ലേ, ചേമ്പിൻ്റെ താള്, അതാട്ടോ അരിഞ്ഞ് വെച്ചേക്കണത്. അതിലേക്ക് സവാളയും പച്ചമുളകും വേപ്പിലയൊക്കെ ഇട്ടിട്ട് വേവിച്ചിട്ട് തേങ്ങയൊക്കെ ഇട്ട് തോരനാക്കി അത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഉച്ചക്കത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഊണൊക്കെ കഴിഞ്ഞു. ഇത് കണ്ടോ, ഇവിടെ ഇതുപോലെ മഴയാട്ടോ. മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മഴയാണ്. പുറത്തേക്ക് ഇറങ്ങാനേ പറ്റില്ല, അങ്ങനത്തെ മഴയാണ്. ഇതിപ്പോൾ 2-3 ദിവസമായിട്ട് ഇങ്ങനെ തന്നെ മഴ തുടങ്ങിയിട്ട് ഇടയ്ക്കൊന്ന് തോരും, വീണ്ടും ഇതുപോലെ തന്നെ പെയ്യും, വീണ്ടും തോരും പെയ്യും. അങ്ങനെയാണ്. വെയിൽ കാണാനില്ല. എങ്ങാനും ഒന്ന് തെളിഞ്ഞാലായി. അതുകൊണ്ട് തന്നെ തുണികളൊക്കെ അങ്ങനെ അഴയിൽ ഊഞ്ഞാലാടി കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ പകുതി ഉണങ്ങിയിട്ടൊക്കെ കുറേയൊക്കെ ഫാൻ്റെ അടിയിലിട്ട് ഉണക്കിയെടുക്കും. ബാക്കിയൊക്കെ അവിടുത്തെ നനഞ്ഞത് പുറത്തിടും. അങ്ങനെയൊക്കെ ഭയങ്കര പാടാണല്ലേ മഴയത്ത് തുണി ഉണക്കിയെടുക്കല്. അങ്ങനെ മഴ തകർത്ത് തിമിർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾ വരുമ്പോഴത്തേക്കും അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ വീണ്ടും അടുക്കളയിലേക്കൊന്ന് പോയിട്ടുണ്ട്. എന്നാലും മഴയൊക്കെ കണ്ടിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എത്ര മഴയായാലും. പിന്നെ തണുപ്പ് താങ്ങാൻ പറ്റില്ല, ഭയങ്കര തണുപ്പാണ്. പിന്നെ ഞാൻ ബണ്ണുണ്ടായി. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കണതാട്ടോ. അപ്പോൾ നിങ്ങളാരെങ്കിലും ഇങ്ങനെ ചെയ്യാറുണ്ടോയെന്ന് എനിക്കറിയില്ല. ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ചെയ്തുകൊണ്ടിരിക്കുക. നല്ല ടേസ്റ്റിയാണ്, കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടമാവും. സിമ്പിൾ പരിപാടിയാണ്. നമ്മൾ ഈ ബണ്ണ് ഇങ്ങനെ എടുത്തിട്ടേ അതിങ്ങനെ കത്തിക്ക് അങ്ങനെ കട്ട് ചെയ്യും. നമ്മൾ മുഴുവനായിട്ട് കട്ട് ചെയ്ത് കളയരുത്. ഇങ്ങനെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഈ തേങ്ങയും പഞ്ചസാരയും നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചില്ലേ, ആ മിക്സ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. അത്രേ ഉള്ളൂ പരിപാടി. പക്ഷേ ഇത് കഴിച്ചു നോക്കിക്കോ, നല്ല ടേസ്റ്റാണ്. ഭയങ്കര ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റും. കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. നമുക്ക് അത്യാവശ്യം വയറ് ഫില്ലാവുകയും ചെയ്യൂട്ടെ ഇതൊരെണ്ണം കഴിച്ച് കഴിയുമ്പോഴത്തേനും. അങ്ങനെ ചായയൊക്കെ ഉണ്ടാക്കി. ഈ സമയത്ത് ഞാൻ ചായ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിട്ടോ. ചായയൊക്കെ തിളച്ച് അതൊക്കെ കുടിച്ചു. പിന്നെ നോക്കുമ്പോൾ മഴയൊക്കെ ഇപ്പോൾ നന്നായിട്ട് തോർന്ന് നിൽക്കുകയാണ്. ഇതുപോലെ തോരും കേട്ടോ. തോർന്നാലും കുറച്ച് കഴിയുമ്പോൾ തന്നെ വീണ്ടും മഴ പെയ്യും. അപ്പോൾ ഇപ്പോൾ അന്തരീക്ഷമൊക്കെ നല്ല ശാന്തമായിട്ട് സമാധാനമായിട്ട് തോർന്ന് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം പെയ്ത വെള്ളമൊക്കെ ഭൂമിയിലേക്ക് ഇരിക്കാനുള്ളൊരു സാവകാശം കിട്ടുന്നുണ്ട്.
അങ്ങനെ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നു. അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളായിട്ട് വരാം.